I now invite our esteemed presence here, PSH Tangal, President of WAFI Campus Kaligaon, to formally inaugurate the closing ceremony. بسم الله الرحمن الرحيم والصلاة والسلام على أفضل المخلوقين سيدنا محمد وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ ഈ ക്ലോസിംഗ് സെറിമണിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അയ്യൂബ് ബാഫി, ഈ പരിപാടിയുടെ സ്വാഗതപ്രസംഗം നിർവഹിച്ച പ്രിയപ്പെട്ട സലാഹുർ റഹ്മാൻ, ഖിറാഅത്ത് നടത്തിയ ഹാഫിസ് ഫർഹാൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി ഓഫ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി ആൻഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം. പ്രിയപ്പെട്ട സിൽവാൻ മുസ്തഫ, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി, പ്രിയപ്പെട്ട ജലീൽ വാഫി, അയ്യൂബ് വാഫി, യൂസുഫ് ഹുസൈൻ, മുഹമ്മദ് അലി വാഫി, മുഹമ്മദ് കോയക്കുട്ടി, മൊയിനുദ്ദീൻ ബാക്കവി, കുഞ്ഞാമു ഫൈസി, എം കെ അബ്ദുള്ള ഫൈസി, മുഹമ്മദ് നൂർ ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി, അബ്ദുൽ ഹക്ക് ഇത്മി, അബ്ദുസലാം ഫൈലി, ഉമ്മറാജി മഞ്ചത്തിപ്പെട്ടി, കാളികാവ് നൗഷാദ് മാസ്റ്റർ, നൗഫൽ റോഫി വാഫി, മറ്റെൻ്റെ മുന്നിലിരിക്കുന്ന വാഫി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി അള്ളാഹു ഈ മഹത്തായ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ, നാളെ നമ്മുടെ ഹസനാത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 ദിവസമായി നടന്നു വരുന്ന CHയുടെ ആസ്ഥാനത്ത് നടന്നു വരുന്ന 2 ദിവസമായി വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു മഹത്തായ സദസ്സിൻ്റെ സമാപനം കുറിക്കുന്ന ഒരു ദിനമാണിന്ന്. സമാപന ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചർച്ചകളും വിശകലനങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നു, കാലത്തും നടന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമാപന സെഷനിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഫിഖഹിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ടെക്നോളജിയുടെ കുതിച്ചുചാട്ടമുള്ള ഒരു കാലഘട്ടമാണിത്. സാമൂഹിക സാഹചര്യങ്ങളും സാമ്പത്തിക മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ, ഇസ്ലാമിക തത്വങ്ങൾ പാലിച്ചുള്ള ഇടപാടുകളും രീതികളും പലർക്കും ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വാഫികളിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബിസിനസ് രീതികളിലെ ഉള്ള ഫിഖ് മസാലകൾ ആധുനിക കാലഘട്ടങ്ങളിൽ ഒരുപാട് ബിസിനസ്സുകൾ നമുക്കറിയാം, പല നിലക്കുള്ള ബിസിനസ്സുകളും പല നിലയിലും പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ ഫിഖിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ചാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് നടന്നിട്ടുള്ളത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക് ഫൈനാൻസ് സാധ്യതകൾ, വെല്ലുവിളികൾ, ആധുനിക ഇടപാടുകളുടെ കർമ്മശാസ്ത്രം, അനന്തരാവകാശ നിയമങ്ങളിലേക്കുള്ള മസാലകൾ, ഇതൊക്കെ കണക്കൂട്ടി പുതിയ വായനകൾ തുടങ്ങിയവയാണ് പ്രധാനമായും കോൺഫറൻസ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫിഖ്. ഫിഖ് മസാലകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ കുടുസായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫിഖ് മസാലകൾ കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. ആ കടമ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഏത് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ശരഈ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. അതിൻ്റെയൊക്കെ ആകത്തുക ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്ന ചർച്ചകളിൽ ഉൾത്തിരിഞ്ഞ് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഒരുപാട് പേര് എന്നെയും പ്രസംഗിക്കേണ്ട പ്രിയപ്പെട്ട മുസ്തഫയുണ്ട്, സിൽവാൻ മുസ്തഫയുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് മഹാത്മാക്കളെ, വലിയ വലിയ പ്രാസംഗികർ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ പരിപാടി
ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി. വാഹൃദാവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.